ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോ തന്തൂരി ചിക്കൻ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ പറ്റിയാണ്. ഇത് അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ വീട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഡിഷാണ്. ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു 2 കിലോ തൂക്കമുള്ള ഒരു ചിക്കനാണ്. ഇത് വിത്ത് സ്കിന്നാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ സ്കിൻ ആവശ്യമില്ല. സോ മാരിനേഷന് മുമ്പ് സ്കിന്ന് റിമൂവ് ചെയ്യണം. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് സ്കിന്ന് റിമൂവ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. കാരണം ഇത് ഭയങ്കര സോഫ്റ്റാണ്, അതുകൊണ്ട് പൊട്ടി വരും. സോ ഒരു ടിഷ്യൂ കൂട്ടി പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കിന്ന് പൊളിഞ്ഞു വരുന്നതാണ്. സ്കിന്നും ഫാറ്റുമൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ചിക്കൻ നന്നായിട്ട് കഴുകുക. അതിനുശേഷം അത് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെക്കുക. അത്യാവശ്യം ഡ്രൈ ആയ ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക, ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ മസാലയൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് ഫസ്റ്റ് മാരിനേഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീര് എന്നിവയാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ചിക്കൻ മൊത്തം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് മാരിനേഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം ബൗളിൽ അങ്ങനെ വെക്കുക ചിക്കൻ. അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് മാരിനേഡ് അപ്ലൈ ചെയ്യുക.
സെക്കൻഡ് മാരിനേഷനും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 6 മണിക്കൂർ കുറഞ്ഞത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. എങ്കിൽ മാത്രമേ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. 6 ഹവേഴ്സിന് ശേഷം ആണ് നമ്മൾ ഓവനിൽ വെക്കേണ്ടത്. ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് ഓവനിൽ വെക്കുന്നതിന് മുമ്പ് 200 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 15 മിനിറ്റ് നേരം ഓവൻ പ്രീഹീറ്റ് ചെയ്യേണ്ടതാണ്. ഓവൻ പ്രീഹീറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ട്രേ റെഡിയാക്കിയെടുക്കാം. ആദ്യം ട്രേയിൽ നമ്മൾ അലുമിനിയം ഫോയിൽ വിരിക്കണം. അതിന് മേലെ ഗ്രില്ല് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വേണം ചിക്കൻ വെക്കാൻ, അല്ലെങ്കിൽ ട്രേ മൊത്തം നാശമാകും. പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഓവനിലേക്ക് വെക്കാം. ചിക്കൻ ഏകദേശം 1 മണിക്കൂർ നേരം 200 ഡിഗ്രി സെൽഷ്യസിൽ കുക്ക് ചെയ്യണം. അതുപോലെ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആകുന്ന സമയത്ത് ചിക്കൻ മറിച്ച് വെക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വേഗത്തുള്ളൂ. അതുപോലെ 20 മിനിറ്റ് കൂടുമ്പോൾ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ അവസാനം 10 മിനിറ്റ് ടെമ്പറേച്ചർ ഒരു 220 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂട്ടി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നല്ല അടിപൊളി തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഗാർണിഷ് ചെയ്തിട്ടുള്ളത് സവോളയും ചെറുനാരങ്ങയും മല്ലിയിലയും ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ എവരിവൺ.